ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ദൈവത്തിന് സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. എല്ലാവരും കറവറ്റിയവരല്ല, എല്ലാവരും പാവത്തിൽ ജീവിക്കുന്നവരല്ല. സർദീസിലെ സഭയുടെ ഇതുകൊണ്ട് പറയുകയാണ്, നീ നേതൃത്വം കൊടുക്കുന്ന സഭയിൽ പലർക്കും പോരായ്മകളുണ്ട്. ചിലർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചിലർ ചാവാറായിരിക്കുന്നു. ജീവനുള്ളെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളതെന്നാണ് പേര്, പക്ഷെ മരിച്ചു. ചിലർ മരിക്കാറായി, ചാവാറായി ശേഷിപ്പിള്ള ശക്തീകരിക്കുക. എന്നാൽ അവിടെ ഇതിങ്ങനെ ആത്മീയമായ മാന്യം സംഭവിച്ച സ്ഥലമാണെങ്കിലും ഭാഗ്യവശാൽ കുറച്ച് പേർക്ക് ഉടുപ്പ് മലിനമായിട്ടില്ല. അതൊരു വലിയ ആശ്വാസമാണ്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ, അവർ യോഗ്യന്മാരാണ്, അവർ വിശ്വസ്തരാണ്, അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്നവരാണ്. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിൽക്കൊണ്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. അവർക്ക് വെള്ളയുടുപ്പുണ്ട്, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. നിങ്ങളുടെ സഭയിൽ, നിൻ്റെ ചുമതലയിലുള്ള സർദീസ് സഭയിൽ കുറേയേറെ വിശ്വാസികളുണ്ട്. പക്ഷേ ഇന്ന് ചിലരുടെയെല്ലാം പേര് ജീവപുസ്തകത്തിൽ മാഞ്ഞു പോയിരിക്കുക. പേരുണ്ടായിരുന്നു, ചിലരുടെ പേര് മാഞ്ഞു പോയിരിക്കുന്നു. ചിലർ ആത്മാവിൽ മരിച്ചു പോയിരിക്കുന്നു, ചിലർ ചാകാറായി കിടക്കുന്നു. വളരെ ചുരുക്കം പേര് മാത്രം ഉടുപ്പ് മലിനാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. കുറച്ച് പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ റെമനൻറ്റ്, ഒരു ശേഷിപ്പുണ്ട്. ഒരു ചെറിയ കൂട്ടം ആളുകളുണ്ട്. സ്തോത്രം. എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത് വരണം. കൂട്ടായ്മയിൽ അനേകം ആളുകളുണ്ട്. പക്ഷേ ഉടുപ്പ് മലിനാകാത്ത ആ കുറേ പേരിൽ ഒരാൾ ഞാനായിരിക്കണം. സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ, അതിൽ ഒരാൾ ഞാനായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ശത്രു അവകാശം പറയരുത്. എന്തെല്ലാം എനിക്ക് നഷ്ടം വന്നാലും, എന്തെല്ലാം പോരായ്മകൾ വന്നാലും, ഏതെല്ലാം തരത്തിലുള്ളതായ പ്രതിസന്ധികൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉടുപ്പ് മലിനമാകരുത്. കർത്താവേ, അതുകൊണ്ട് എപ്പോഴും എൻ്റെ ജാഗ്രത, എപ്പോഴും എൻ്റെ ശ്രദ്ധ, ഞാനെപ്പോഴും ജാഗ്രതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉടുപ്പ് മലിനമാകരുതെന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിശുദ്ധന്മാരായ പിതാക്കന്മാർ അറിഞ്ഞ കാര്യങ്ങളാണ്. ഒരു ചെറിയ അലസത വന്നാൽ മതി, നമ്മുടെ ഉടുപ്പിൽ മാലിന്യം വരും. ചെറിയൊരു അശ്രദ്ധ വന്നാൽ മതി, നമുക്ക് കേടുവരും, തെറ്റുവരും, പാവം വരും. പാടിക്കുക പാട്ട്. രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാ നാവഴിഗമനം കാംക്ഷിപ്പോനത്യുത്സാഹമവശ്യം അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഗനിക്കും. രാജ്യത്തിൻ്റെ വാതിൽ വളരെ ഇടുക്കമുള്ളതാണ്, വഴി വളരെ ഞെരുക്കമുള്ളതാണ്. വാതിൽ ഇടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത്. അതിൽ കടക്കുന്നൊരു ചുരുക്കം പേരെ കടക്കുകയുള്ളൂ. കടന്നവർ അലസത അല്പമെങ്കിലും വന്നു പോയാൽ, ശ്രദ്ധക്കുറവ് വന്നാൽ മതി, ജാഗ്രതക്കുറവ് വന്നാൽ മതി, അവർ അശുഭ വഴിയിലേക്ക് തിരിഞ്ഞു പോകും, തെറ്റായ വഴിയിലൂടെ മാറിപ്പോകും, അറിയില്ല, വ്യതിചലിച്ചു പോകും. അത് തന്മൂലം അവരുടെ ആത്മാവ് മരിക്കും. ആത്മത്തെ സ്വയമേ നിഹനിക്കും. സ്വന്തം ആത്മാവിനെ തന്നെ കൊല്ലും. കൊല്ലുക. സ്വന്തം ആത്മാവിനെ തന്നെ കൊല്ലും. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഒരലസതയുടെ കണിക പോലും വരരുത്. ജാഗ്രതയോടെ നിൽക്കണം. എപ്പോഴും ഓർത്തുകൊള്ളണം. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞായിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വായ തുറക്കാതെ ഊമനായിരുന്നു, നന്മയെ കണ്ണി വെക്കാതെ മൗനമായിരുന്നു. 39-ാം സങ്കീർത്തനം. ഒരാളോട് സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, പിശാച് അടുത്ത് നിൽക്കുന്നുണ്ട്. ഒരാളോട് സംസാരിക്കുമ്പോൾ പിശാച് അടുത്ത് നിൽക്കുന്നുണ്ട്.
എന്നെ വീഴിക്കാനുള്ള വക കിട്ടുമെന്ന് നോക്കിയാണ് പിശാച് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഈ വീഴ്ച വരാം, അപ്പോൾ ചാടി വീഴാൻ പിശാച് കാത്തു നിൽക്കുകയാണ്, അവൻ അടുത്ത് നിൽക്കുന്നുണ്ട്. ഓർത്തുകൊള്ളണം. അങ്ങനെ നാം സൂക്ഷ്മതയോടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്നില്ലെങ്കിൽ നാം മരിച്ചു പോകും, ആത്മാവ് മരിച്ചു പോകും. പിശാച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജോൺ ബെനിയൻ എഴുതിയ തിരുപ്പോരാട്ടം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ദ ഹോളി വാർ, തിരുപ്പോരാട്ടം, മലയാളത്തിലുണ്ട്. നിങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നല്ലതാണ് കേട്ടോ. തിരുപ്പോരാട്ടം, പരദേശി മോക്ഷയാത്ര തുടങ്ങിയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ഇതൊക്കെ ഉണ്ട്. അനുഗ്രഹീതമായ ആശയങ്ങളുടെ സമൃദ്ധിയുള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം. ഈ തിരുപ്പോരാട്ടത്തിൽ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കോട്ടയുടെ വാതിലുകളായിട്ടാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. ഓരോ അവയവത്തിനും കാവൽക്കാർ നിൽക്കുകയാണ്. കാവൽക്കാർ, നാവിന് കാവൽക്കാർ, കേൾവിക്ക് കാവൽക്കാർ, കണ്ണിന് കാവൽക്കാർ, ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും, ഈ സെൻസ് ഓർഗൻസ്, ജ്ഞാനേന്ദ്രിയങ്ങൾക്കെല്ലാം കാവൽക്കാർ നിൽക്കുക. ഈ കാവൽക്കാർ അല്പം ഒന്ന് മയങ്ങിപ്പോയാൽ ദുഷ്ടൻ ആ വാതിൽ കൂടി അകത്ത് കിടക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന്. തിരുപ്പോരാട്ടം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ കേന്ദ്ര ആശയം ഞാൻ പറഞ്ഞത്. രാജാവിൻ്റെ രാജധാനിയിലുള്ളതായ കോട്ടയ്ക്ക് ചുറ്റും കാവൽക്കാരുണ്ട്. ഓരോ വാതിൽക്കലും കാവൽക്കാരുണ്ട്. കാവൽക്കാർ മറികടന്നു വന്ന് ശത്രുക്കൾ അകത്ത് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കരുതലോടുകൂടി ഇരിക്കണമെന്ന്. ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാർ നിയമിക്കണമേ. ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നതല്ല. അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ അല്പം അലസത വന്നു പോയാൽ മതി, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് വായിച്ചു കളയും. വായിക്കുന്നത് അങ്ങനെയാണ്: അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും എൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേരായിട്ട് പറയും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയില്ല. ജയിക്കുന്നവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയില്ല. ജയിക്കണം, നാം ജയാളിയാകണം. ആരാണ് ജയിക്കുന്നത്? ജയാളികൾ, ജേതാക്കൾ. വിജയിക്കുന്ന ആരാണ്? ഇബ്താഹിൻ്റെയും ഗദിയോൻ്റെയും കഥകൾ ആത്മീയമായി നിരൂപണം ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകമാണത്. ജയിക്കുന്നവരാണ്. ഇബ്താഹ് ജയിക്കുന്നതിനായി, ഗദിയോൻ ജയിക്കുന്നതിനായി. ജയം പ്രാപിക്കണം. നാം വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ ജീവിതചരിത്രം വായിക്കുന്ന നല്ലതാണ്, ഭക്തന്മാരുടെ അനുഭവങ്ങൾ വായിക്കുന്ന നല്ലതാണ്. അല്ല, വേദപുസ്തകത്തിൽ നിന്നല്ല, ഇന്നും ജീവിച്ചിരിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്, പിന്നീട് പിൽക്കാലത്ത് വന്ന വിശുദ്ധന്മാരുണ്ട്. വിശുദ്ധന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓർക്കും, ഇവരൊക്കെ ആത്മീയ ജീവിതത്തെ അവർ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് എന്ത് ത്യാഗമാണ് സഹിച്ചത്, എന്ത് കഷ്ടപ്പാടാണ് സഹിച്ചാണ്. നമ്മൾ കഷ്ടപ്പാടൊന്നും സഹിക്കുന്നില്ല, നമ്മളൊന്നും ത്യജിക്കുന്നില്ല, നമ്മളൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ നമുക്ക് പറ്റുകയില്ല, നമ്മുടെ വീര്യം നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല, സ്വന്തം അഭിപ്രായം വിടാനും കഴിയുകയില്ല, സാധിക്കില്ല. സ്വന്തം അഭിപ്രായം വിടുകയില്ല. എന്തും ആരെല്ലാം പറഞ്ഞാലും ശരി, എനിക്ക് ഒരു അഭിപ്രായമുണ്ട്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. പുറമേയൊന്നും പറയില്ല, പക്ഷേ ഉള്ളിൽ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, അതിൽ ഞാൻ മാറുകയില്ല. ഇങ്ങനെയുള്ള ചില സ്വാർത്ഥപരമായ കാഴ്ചപ്പാടോടുകൂടി ഈ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ആളുകളുണ്ട്. സ്വാർത്ഥപരമായ ചില ചിന്താഗതികളോട് ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കുന്നവരുണ്ട്. എല്ലാം ഒരു സമയം വരെ ഇങ്ങനെ വളരും, പക്ഷേ കളയും നെല്ല് ഒരുമിച്ച് വളരും. വിളയുമ്പോൾ കളകളെല്ലാം പതിച്ച് കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും, നെല്ല് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇന്നെല്ലാം ഒപ്പം വളരുകയാണ്. കളയും വളരുന്നു, നെല്ലും വളരുന്നു. കളയും വളരുന്നു, ഗോതമ്പും വളരുന്നു. ഇന്ന് രണ്ടും ഒപ്പം വളരുകയാണ്. ഈ മണ്ണിൽ നിന്ന് തന്നെ പോഷകാംശങ്ങൾ കളയും വലിച്ചെടുക്കുന്നു, നെല്ലും വലിച്ചെടുക്കുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ പറിച്ചു കൂട്ടാൻ സമ്മതമുണ്ടോ ഈ കളയൊക്കെ പറിച്ചു കളയാൻ? വേണ്ട, കളയണ്ട, വേണ്ട, 2 കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തോളം വളരട്ടെ. ഇപ്പോൾ നെല്ലാണ് തോന്നിക്കുന്ന കളകളുണ്ട്. ചില കളകൾ നെല്ലാണ് തോന്നിക്കും, നെല്ലാണെന്ന് വിചാരം. ഈ നെല്ലിനെക്കുറിച്ച് നല്ല അറിവില്ലാത്തവർ ചെന്ന് നോക്കിയാൽ എല്ലാം നെല്ലാണെന്ന് വിചാരിക്കും. പക്ഷേ കൊയ്ത്തിൻ്റെ സമയമാകുമ്പോഴേക്കും അതിൻ്റെ കതിര് വരുമ്പോൾ കാണാം, ഫലം വരുമ്പോൾ കാണാം, അത് ഇന്നത് കളയാണ്, ഇന്നത് നെല്ലാണ് എന്ന്, അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഗോതമ്പാണെന്ന്. കൊയ്ത്തോളം വളരട്ടെ, 2 കൊയ്ത്തോളം വളരട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. 2 കൊയ്ത്തോളം വളരട്ടെ. എന്നിട്ടോ കൊയ്ത്ത് കാലത്ത് അവൻ വേലക്കാരോട് കളകൾ കെട്ടുകെട്ടായി കെട്ടി തീയിലിട്ട് ചുട്ടുകളവീൻ, ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിപ്പീൻ എന്ന് പറയും.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമൂഹത്തിൽ കളയും നെല്ലും ഒരുമിച്ച് വളരുകയാണ്. എത്ര കേട്ടിട്ടും വിശ്വാസം വരാത്ത ആളുകൾ ഇന്നുമുണ്ട്. എത്ര കേട്ടിട്ടും അനുതാപം കിട്ടാത്തവരിന്നുമുണ്ട്. എത്രമാത്രം കേട്ടിട്ടും ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണമെന്നുള്ളതായ ചിന്തയില്ലാത്തവരിന്നുമുണ്ട്. അനേകം ആളുകൾ. ജീവൻ്റെ പുസ്തകത്തിൽ പേര് കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. പിശാച് പലരെയും മനസ്സിങ്ങനെ കുരുടാക്കിയിരിക്കുകയാണ്, അന്ധത വരുത്തിയിരിക്കുകയാണ്, അന്ധകാരം വരുത്തിയിരിക്കുകയാണ്. 2 കൊയ്ത്തോളം വളരട്ടെ എന്നാണ് യജമാനൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? നല്ല വിത്തല്ലേ നമ്മൾ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഈ കള എങ്ങനെ വന്നു യജമാനെ, ഇതെങ്ങനെയാ കള വന്നത് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇത് ശത്രു ചെയ്തതാണ്. രാജു വളരെ സൂത്രശാലിയാണ്. കള വിതയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ ചില കളകൾ ഇങ്ങനെ വിതയ്ക്കും. അറിയാൻ ചിന്തിക്കാനോ നമുക്ക് സാധിക്കുന്നതിനപ്പുറം ചില കളകൾ വിതച്ചിട്ട് അവൻ പോയിക്കളയും. ഇത് ശത്രു ചെയ്തതാകുന്നു. എൻ്റെ വേദപുസ്തകത്തിൽ ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ശത്രു ചെയ്തതാകുന്നു. 13 അധ്യായം. ഇത് ശത്രു ചെയ്തതാകുന്നു. പിശാച് ചെയ്യുന്നൊരു വലിയ പ്രവൃത്തിയാണത്. ആരും ഒന്നും ചിന്തിക്കുന്നില്ല. പിശാച് ഉണ്ടെന്നോ, അവനിങ്ങനെ നശിപ്പിക്കുമെന്നോ, അവനുടെ ഭാവി മുടിച്ചു കളയുമെന്നോ, അവനാണ് വഴക്കുണ്ടാക്കുന്നതെന്നോ, അവനാണ് കലഹം ഉണ്ടാക്കുന്നതെന്നോ, അവനാണ് കോപം ഉണ്ടാക്കുന്നതെന്നോ, അവനാണ് അശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നതെന്നോ, അവനാണ് ചീത്ത വികാരങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. ഒരു ഭീകരനുണ്ട്. നിങ്ങളെ വീഴിക്കാൻ നിങ്ങളുടെ ചുറ്റും ഭീകരന്മാരുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ. ഭയങ്കരന്മാരായ ചില മല്ലന്മാരോട് ചുറ്റുമുണ്ടെങ്കിൽ നമുക്ക് പേടിയുണ്ടാവില്ലേ? എപ്പോൾ വേണമെങ്കിലും ചാടി വീഴാം. അങ്ങനത്തെ ദുഷ്ടന്മാർ, ഭീകരന്മാർ, മനുഷ്യരല്ല, ഭീകരന്മാരായ പിശാചുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ പിശാചുകളുടെ ഇടയിൽ കൂടിയാണ് നാം നടന്നു പോകുന്നത്. ഓരോ ദിവസവും നാം പോകുന്നത്. എങ്ങനെയും നമ്മളെ നശിപ്പിക്കുക, നമ്മളെ അറുക്കുക, നമ്മൾ മുടിക്കുക, നമ്മൾ മോഷ്ടിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഉദ്ദേശം. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അറുക്കുക, മുടിക്കുക, മോഷ്ടിക്കുക. ദൈവത്തിന് സ്തോത്രം. യോഹന്നാനുശേഷം 10 അധ്യായം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ ശത്രു വന്ന് കളകൾ വിതയ്ക്കുന്ന സമയത്ത് അത് കൊയ്ത്തോളം വളരട്ടെ എന്നാണ് യജമാനൻ പറയുന്നത്. കൊയ്ത്ത് കാലത്ത് അവൻ തൻ്റെ വേലക്കാരോട് കളകൾ കെട്ടുകെട്ടായി കെട്ടി തീയിലിട്ട് ചുട്ടുകളയുവാനും ഗോതമ്പ് കളപ്പുരയിൽ കുട്ടിവയ്ക്കാനും കൽപ്പിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്ത് വേണം? ജീവൻ്റെ പുസ്തകത്തിൽ പേര് വേണം. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ജീവൻ്റെ പുസ്തകം, ഫിലിപ്പിയ ലേഖനം 4 അധ്യായം 3 വാക്യം, പുറപ്പാട് 32:33. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ജീവൻ്റെ പുസ്തകത്തിൽ ക്ലെമൻറ്റ് എന്ന സുവിശേഷകൻ്റെ പേരുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയവരാണ്. യോദ്യയും സുന്ദകയും 2 സ്ത്രീകൾ, ഫിലിപ്പിയ സഭയിലുള്ള 2 സ്ത്രീകൾ, ഉയർന്ന സ്ഥാനത്തുള്ള സ്ത്രീകളാണ്, ചുമതലയുള്ള സ്ത്രീകളാണ്. അവർ ക്ലെമൻറ്റ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിൽ ഉത്സാഹിച്ച് നിന്നവരാണ്. ജീവസിൽ പേരുണ്ട്. ജീവസിൽ പേരുള്ള ക്ലെമൻറ്റ്. പിന്നെ വീണ്ടും പുറപ്പാട് പുസ്തകം 32:33, ദാനിയേലിൻ്റെ പുസ്തകം 12:1. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളയണമേ. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും വേണ്ടില്ല കർത്താവെ, അവരോട് ക്ഷമിക്കണമേ എന്നാണ് മോശ പറയുന്നത്. നീ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാരണം ഈ ജനം തെറ്റിപ്പറ്റിയിരിക്കുന്നു, ജനത്തിന് അപകടം വന്നിരിക്കുന്നു, ജനത്തോട് നീ ക്ഷമിക്കണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും വേണ്ടില്ല, ജനത്തോട് നീ ക്ഷമിക്കണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. പാപം ചെയ്യുന്നതിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നത്. പാപം ചെയ്താൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും. മറക്കരുത്. പാപം വന്നോ ജീവൻ്റെ പുസ്തകത്തിൽ പേര് മായ്ച്ചു കളയും. ഇപ്പോൾ നിങ്ങൾ തീരുമാനം എടുത്തു, ചിലർ സമർപ്പിച്ചു, ചിലർക്ക് മാനസാന്തരം വന്നു, ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വചനം കേൾക്കുമ്പോൾ ഒരു മാനസാന്തരം കർത്താവ് തരും, പരിശുദ്ധാത്മാവ് തരുന്നതല്ലേ. എന്നാൽ ആ മാനസാന്തരം കിട്ടി കഴിഞ്ഞിട്ട് പിന്നെയും പാവം വരുമ്പോൾ എന്ത് പറ്റുന്നു? ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്ന പേര് മായ്ച്ചു കളയും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയും. ദെൻ
ദാനിയേൽ 12:1, ഫിലിപ്പിയർ 4:3. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും രക്ഷ പ്രാപിക്കും. അനേകര് നാശത്തിലേക്ക് പോകുമ്പോൾ അന്ത്യകാലത്ത് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രം രക്ഷ പ്രാപിക്കും. അനേകരെ കൂട്ടത്തോടെ നരകാഗ്നിയിലേക്ക് നീങ്ങും. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ മാത്രം രക്ഷ പ്രാപിക്കും. വീണ്ടും റെവലേഷൻസ് 13:8, വെളിപ്പാട് 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അന്ത്യക്രിസ്തു വരുമ്പോൾ അവനെ നമസ്കരിക്കുന്നവരാരാണ്? ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവർ. ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം എതിർ ക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ്. അന്ത്യക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് അവനെ നമസ്കരിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവർ അവരെന്ത് സംഭവിച്ചാലും ശരി, അവർ അന്ത്യക്രിസ്തുവിനെ നമസ്കരിക്കുകയില്ല, അന്ത്യക്രിസ്തുവിനെ സ്വീകരിക്കുകയില്ല. വെളിപ്പാട് 20:12-15. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ന്യായവിസ്താര ദിവസത്തിൽ നിത്യനായ രാജാധിരാജാവായ നിത്യപിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ എല്ലാവരും ചെല്ലും. ആബാലവൃത്തം സകലമാനവരും ചെല്ലും. ന്യായവിധി, അന്തിമ ന്യായവിസ്താരം. അന്ന് ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും തള്ളിക്കളയും. അത് മാത്രമേ നോക്കുന്നുള്ളൂ. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ഒന്ന് വായിക്കൂ. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങൾ, ഓർമ്മയുടെ പുസ്തകങ്ങളുണ്ട്, ജീവന്റെ പുസ്തകമുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഓരോരുത്തരുടെ പേരിലുള്ളതായ ചാർജുകൾ എഴുതി വച്ചിരിക്കുന്നതായ ഓർമ്മയുടെ പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകമുണ്ട്. പുസ്തകങ്ങൾ തുറന്നു. ന്യായവിധിക്ക് നീതി ന്യായാധിപതിയായ ദൈവം എഴുന്നേറ്റിരിക്കുമ്പോൾ ആബാലവൃത്തം സകലമായ മനുഷ്യരും ന്യായവിധിയുടെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ എല്ലാവരും കേൾക്കെ വായിച്ച് കേൾപ്പിക്കും. ഓരോരുത്തരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ പേരില്ല. അവരുടെ പേര് ഓർമ്മയുടെ പുസ്തകത്തിൽ, അവരുടെ പേരുള്ളതായ ചാർജുകൾ, അവരുടെ പേരുള്ളതായ പാപങ്ങൾ എല്ലാം എഴുതി വച്ചിരിക്കുന്നു. അത് വായിച്ച് കേൾപ്പിക്കും. അവരെ നിത്യാഗ്നിയിലേക്ക്, തീപ്പൊയിലേക്ക് തള്ളിയിടും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ടോ എന്ന് നോക്കും, ഇല്ല, തള്ളിക്കളയും. വരാൻ പോകുന്ന കാര്യമാണ്. ഇതെല്ലാം സംഭവിക്കും. നാം നേരിട്ട് കാണും. പ്രിയപ്പെട്ടവരെ, ഞാനും കാണും, നിങ്ങളും കാണും. എന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ഇതെല്ലാം നാം കാണാൻ പോവുകയാണ്. ശരീരത്തിരിക്കുമ്പോഴല്ല, നാം കടന്നു പോയതിന് ശേഷമായിരിക്കാം. അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനൊരു ദിവസമുണ്ട്, ഒരു ന്യായവിസ്താര ദിവസമുണ്ട്, മറക്കരുത്. ഒരു വാക്യം കൂടി വായിക്കാം. 21:27, 22:19. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ അവിടെ കടക്കുകയുള്ളൂ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ദോഷമുള്ളതൊന്നും കടക്കുകയില്ല. മ്ലേച്ഛമായത് പ്രവർത്തിക്കുന്നവരാരും അവിടെ പ്രവേശിക്കുകയില്ല. ജീവപുസ്തകത്തിൽ പേരുള്ളവർ മാത്രമേ നിത്യരാജ്യത്തിലേക്ക് പ്രവേശനമുള്ളൂ. വെളിപ്പാട് 22:19. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി തന്നിരിക്കുന്ന നിർദ്ദേശം മനസ്സിലാക്കാതെ ആരെങ്കിലും തെറ്റിപ്പോയാൽ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കളയും. അവർക്ക് ജീവവൃക്ഷത്തിലുള്ളതായ ഫലത്തിലുള്ള അധികാരം നഷ്ടപ്പെടും. നിത്യമായ നാശം വരും. പ്രിയപ്പെട്ടവരെ, ഭയാനകമായ ന്യായവിധി വരും. ന്യായവിധി മനുഷ്യ പറയുന്ന ഏത് നിസ്സാരവാക്യനും ന്യായവിധിത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം പ്രാകുന്നുണ്ട്, ശപിക്കുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്, കോപിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇന്നതാണ് പറയുന്നറിയാതെ കോപാക്രാന്തരായി നാം വല്ലതും ഗർജിക്കുകയോ ജൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്, ഇല്ലേ? പലപ്പോഴും നാം വിറഞ്ഞു കോപിക്കാറില്ലേ? ഓർത്ത് നോക്കൂ, ഓരോരുത്തരും ചിന്തിക്കൂ. പൈശാചികനെല്ലാം എല്ലാം കൊണ്ടുപോയി ദൈവസനിൽ ചെന്ന് അപവാദി കുറ്റം പറയാൻ നിൽക്കുകയാണ്. അപവാദിയായ പിശാച് കുറ്റം പറയാൻ നിൽക്കുകയാണ്. അവൻ നമ്മുടെ പേരിൽ ചാർജ് എല്ലാം കൊണ്ടുവരും. അപ്പോൾ ദൈവതമ്പുരാൻ പരിശോധിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ല, തീപ്പൊയിലേക്ക് തള്ളിയിടും. സന്തോഷത്തോടെയല്ല പറഞ്ഞു വിടുന്നത്, ദൈവം വേദനയോടെയാണ് പറഞ്ഞു വിടുന്നത്. എന്തു ചെയ്യും? ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ എല്ലാവരും തള്ളപ്പെട്ടു പോകും. സഹോദരങ്ങളെ, ഇതെല്ലാം പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഭയപ്പെടാനല്ല, പേടിപ്പെടുത്തും. എന്ന് വെച്ചാൽ നാം ജാഗ്രതയുള്ളവരായിരിക്കണം, കരുതലുള്ളവരായിരിക്കണം. ഈ പറയുന്നതൊക്കെ ഒരു ദിവസം നാം നേരിട്ട് കാണുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം
എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയപ്പെടുന്നു. ഞാൻ ഈ പിതാക്കന്മാരുടെ എഴുത്തുകളും പ്രാർത്ഥനകളും പലതും വായിക്കുകയും ഒക്കെ ചെയ്യാറുള്ളതുകൊണ്ട് എനിക്ക് ഇതെല്ലാം വളരെ വ്യക്തമായ അനുഭവങ്ങളാണ്. പാടാം. നീതിയിൽ വിധി ചെയ്യുമോ ന്യായാധിപതേ, നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥാ, രാപ്പകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരു ന്യായവിധിയുണ്ട്. എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും. ആബാലവൃത്തം, ബാലൻ മുതൽ വൃദ്ധൻ വരെ എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും. ആ ന്യായവിസ്താര ദിവസത്തിൽ നാം ആ ദിവസത്തെ നിത്യരാജാവായ നിത്യനായ ദൈവത്തെ അഭിമുഖീകരിക്കാൻ നാം തയ്യാറായിട്ടുണ്ടോ? അത് നമുക്ക് ഒരുക്കമുണ്ടോ? ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് നാം ആടിപ്പാടി നടക്കുന്നു, ജോലികൾ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, മക്കളെ പഠിപ്പിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. തീർച്ചയായിട്ടും വേണം, എല്ലാം ചെയ്യണം. പക്ഷേ ആത്മാവിൻ്റെ കാര്യം കരുതിയോ? ആത്മാവ് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചോ? ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അറിയാം. പക്ഷേ അത് വില കൊടുക്കുന്നില്ല. ദിവസം പോകും, ശരിയാ, എല്ലാവർക്കും അറിയാം. പക്ഷേ നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു നിന്ന് നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ന്യായവിസ്താരത്തെ നേരിടേണ്ടി വരുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവിടെ ഒന്നും മറുപടി പറയാനില്ല. എല്ലാവരും നിശബ്ദരായി നിൽക്കും. ആർക്കും ഒരു മറുപടി പറയാനില്ല. കാരണം എല്ലാം തെളിവോടുകൂടി പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്, ഓരോരുത്തരുടെ പേരിലുള്ളത്. എല്ലാവരും കേൾക്കും. ഇന്ന് നാം മാന്യരായി കാണപ്പെടുന്നു. പക്ഷേ അന്ന് അവിടെ വരുമ്പോൾ മാന്യതയെല്ലാം വലിച്ചു ചീന്തിക്കളയും, എല്ലാം പോവും. ഇന്ന് നല്ലൊരു നീതിവാന്മാരുമായി കാണപ്പെടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ പക്ഷേ അന്ന് അവിടെയെല്ലാം ഉള്ളതുപോലെ കാണും. നമ്മുടെ അകം കാണും, അകത്തെ സ്ഥിതി കാണും. ആ ന്യായവിസ്താര ദിവസത്തിൽ ചെല്ലുമ്പോൾ നാം കർത്താവായ യേശുവിൻ്റെ തിരുമുൻപാകെ നമുക്ക് നിൽക്കാൻ, നമുക്ക് ചങ്കുറപ്പോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരണം. യേശു ഹൃദയത്തിൽ വരണം. ക്രിസ്തുവിൻ്റെ ക്രൂശ് ഹൃദയത്തിൽ വരണം. കഴുത്തിൽ കുരിശുമാല കെട്ടിയിട്ടൊരു കാര്യമില്ല. താലിയിൽ കുരിശിൻ്റെ അടയാളം ഉണ്ടായതൊരു കാര്യമില്ല. വേണ്ടെന്നല്ല പറഞ്ഞത്. അല്ല, നിങ്ങളുടെ കഴുത്തിലൊരു നല്ല കുരിശ്, വലിയൊരു കുരിശ്, കറുത്ത ഒരു കുരിശ് കെട്ടി തൂക്കി ശ്രീവായുടെ ദാസൻ എന്നൊക്കെ പറഞ്ഞ് നടക്കാം. മനുഷ്യരോട് പറയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുരിശും പേറിയും മലയാറ്റൂർ മല കയറാം, കുരിശും ചുവന്നുകൊണ്ട് പോകാം, ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹൃദയത്തിൽ കുരിശ് വേണം. ഹൃദയത്തിൽ കുരിശ് എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ജീവനുള്ള ദൈവം നിങ്ങൾക്ക് വെളിവാക്കി തരട്ടെ. ഈ കുരിശ് എന്നും വഹിക്കാൻ, എന്നും വഹിക്കാൻ, എന്നും ആക്ഷേപം വഹിക്കാൻ, എന്നും പരിഹാസം സഹിക്കാൻ, എന്നും യേശുവിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് പോലെ യേശുവിന് വേണ്ടി തന്നെ ചെലവഴിക്കാൻ, തന്നെ ഒഴിച്ചു കളയുവാൻ നമുക്ക് മനസ്സ് വരുമോ? പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ജീവിതം തുടങ്ങാം. നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. ഇന്ന് തുടങ്ങാം. കർത്താവേ, നാളെ വരുന്നു പോയ പാവങ്ങൾ എണ്ണിയാൽ തീരില്ല. എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ സംഭവിച്ചു പോയി. കർത്താവേ, ഞാൻ എന്തു വേണ്ടു? ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ തിരുരക്തം എന്നെ കഴുകുമെന്ന്. ഞാൻ തിരുമുമ്പാകെ ഞാൻ വരുന്നു. എൻ്റെ കർത്താവേ, നീ എന്നോടൊന്നും മനസ്സിലിയണം, എന്നോട് കരുണ തോന്നണം. കർത്താവേ, എൻ്റെ പേരിലുള്ളതായ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണം. എൻ്റെ പേരിലുള്ള കടച്ചീട്ടെല്ലാം കീറിക്കളയണം. കർത്താവേ, നിൻ്റെ സ്നേഹവും വിശുദ്ധി എൻ്റെ ഹൃദയത്തിലേക്ക് പകരണം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അനുദപിക്കുമ്പോൾ നീ എന്നെ സ്വീകരിക്കുമെന്ന്. ഞാനിതാ വരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? യേശുവിൻ്റെ അരികത്തുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്ന യേശുവാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ പ്രസംഗിച്ച ശബ്ദമല്ല നിങ്ങൾ കേട്ടത്, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരമാണ് കേട്ടത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? വരുവീൻ, നിങ്ങൾ യേശുവിനോട് പറയുവീൻ, യേശുവേ, തകർന്നു പോയൊരു മനുഷ്യതായി ഇവിടെ ഇരിക്കുന്നു. പാപം നശിപ്പിച്ച ഒരു മനുഷ്യനുടേതായി ഇരിക്കുന്നു. തിന്മയിൽ വീണുപോയൊരു മനുഷ്യതായിരിക്കുന്നു. ലോകത്തിന് വേണ്ടി ജീവിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യതായി ജീവിക്കുന്നു. ഇതായി ഇവിടെ ഞാൻ ഇരിക്കുന്നു. കർത്താവേ, ലോകത്തിന് വേണ്ടി ജീവിച്ചു, പക്ഷേ എല്ലാം പരാജയം. എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാറ്റിലും പരാജയം. എന്നും നിരാശ, എന്നും ഭാരം, എന്നും ആകുലം, എന്നും സങ്കടം. കർത്താവേ, എനിക്ക് സമാധാനം തരാൻ ഇപ്പോൾ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നീ വിശ്വസിക്കുന്നു. യേശുവേ, സമാധാനത്തിൻ്റെ രാജാതിരാജനായ യേശുവേ, ഇപ്പോൾ നീ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ.
ഇപ്പോൾ തന്നെ നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ നീ ഒന്ന് തൊടണമേ. ഹല്ലേലൂയ. നിൻ്റെ ആ തിരക്തം പുരണ്ട കരം എന്നെ തൊടണമേ കർത്താവേ. ആണിപ്പാടുള്ള കരം എന്നെ തൊടണമേ കർത്താവേ. എൻ്റെ അരികത്ത് നീ വന്നിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു വാക്ക് നിന്നോട് പറയുന്നു, മേലിൽ ഇന്നു മുതൽ ഞാനൊരു വിശുദ്ധനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ ശുദ്ധിമതിയായി ജീവിക്കും. കർത്താവേ, ഞാൻ ഈ പറഞ്ഞത് നീ സ്വീകരിക്കുമോ? എൻ്റെ ഈ സമർപ്പണം നീ അംഗീകരിക്കുമോ? നാഥ, ഇപ്പോൾ നിൻ്റെ പാദപീഠത്തിലേക്ക് വന്ന് ഞാൻ എന്നേക്കുമായി തീരുമാനമെടുക്കുന്നു. യേശുവേ, ഇനിമേൽ ഞാൻ പാപത്തിനിടം കൊടുക്കുകയില്ല, പിശാചിനിടം കൊടുക്കുകയില്ല. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. യേശുവേ, ഇപ്പോൾ എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ പ്രിയമക്കളെല്ലാം കൂട്ടി വരുത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഓരോരുത്തരോടോട് ഹൃദ്യമായി ഇടപെട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. തീരുമാനമെടുത്തവരുടെ തലമേലയുടെ തിരക്തം പകർന്നതിനായി സ്തോത്രം കർത്താവേ. തൃക്കരം വെച്ചതിനായി സ്തോത്രം കർത്താവേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. അവിടുത്തെ രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.